ഹായ് ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഹൗസിങ്ങിൻ്റെ കാര്യങ്ങളും HFABയുടെ കാര്യങ്ങളൊക്കെ ഹാംസ്റ്ററിലെ അക്കോമഡേഷൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അന്നേരം അക്കോമഡേഷൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ ഈ HFABയിലെ നാട്ടിൽ നിന്ന് നമുക്ക് കുട്ടികളായിട്ട് സ്റ്റുഡൻ്റായിട്ട് വരുന്നവർക്ക് നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻറ്റ് കിട്ടില്ല, പക്ഷേ മറ്റ് അപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് ലോട്ടിൽ എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാനിത് ഇപ്പം റീസെൻ്റ്ലി, അതായത് എന്നെ കോൺടാക്ട് ചെയ്ത 2-3 പേർക്ക് ഡയറക്റ്റ് ലോട്ട് കിട്ടിയായിരുന്നു. ഡയറക്റ്റ് ലോട്ട് കിട്ടിയപ്പോൾ ഞാൻ HFABയുടെ ഓഫീസിൽ ചെന്നു അവർക്ക് വേണ്ടി. അപ്പം അവർ പുതിയൊരു അപ്ഡേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വർഷം മുതൽ അവർ കറണ്ട് പേ സ്ലിപ്പ് അത് മാൻഡേറ്ററി ആക്കി എന്നാണ് പറഞ്ഞത്. അപ്പം കറണ്ട് പേ സ്ലിപ്പ് എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം നമ്മൾ ഓഗസ്റ്റിലാണ് ഇവിടെ വരുന്നതെങ്കിൽ ജൂലൈയിലെ പേ സ്ലിപ്പ് അല്ലെങ്കിൽ ജൂണിലെ പേ സ്ലിപ്പ് അവർക്ക് നിങ്ങളുടെ മൈ പേജസിൽ അപ്ലോഡ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ആക്കി. അപ്പോൾ പല കാരണങ്ങളുണ്ട് പലർക്കും ആ പേ സ്ലിപ്പും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റാതായി. ഡയറക്റ്റിലോട്ട് കിട്ടിയവർ തന്നെയും ഒന്ന് ഡൗട്ട് അടിച്ചു, ഇവർക്ക് ഈ കിട്ടിയ അപ്പാർട്ട്മെൻറ്റ് പോകുമോ എന്നൊക്കെ പറഞ്ഞ് ഡൗട്ട് അടിച്ചു. തന്നെയല്ല, ഇവിടെ പലരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ നാട്ടിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ലോട്ടിൽ കിട്ടുന്ന അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയത്. അപ്പം കമ്മ്യൂണിക്കേഷൻ കിട്ടിയ അനുസരിച്ച് അവരത് വേണ്ടാന്ന് വെച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ എന്നെ കോൺടാക്ട് ചെയ്തു. അന്നേരം ഞാൻ അതിനുള്ള കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറയാനാണ് വന്നത്, ലൈക്ക് ഡയറക്റ്റ് ലോട്ടിൽ ഉള്ള അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും. കാരണം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്ത് ഇപ്പം 3 ഫാമിലിക്ക് അപ്പാർട്ട്മെൻ്റ് ആയി, അതും HFAB ത്രൂ ഡയറക്റ്റ് ലോട്ട്, നല്ല വലിയ സൂപ്പർ അപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പം ഇത് പറയാനാണ് ഞാൻ വന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഈ അക്കോമഡേഷൻ്റെ ഹെൽപ്പ് ചോദിച്ചിട്ട് ദിവസവും ഒരു 10-20 മെസ്സേജസ് വരാറുണ്ട്. അപ്പം ഞാനന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ ബിസി ഷെഡ്യൂളാണ്. ലൈക്ക് ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നൊരു ജോലിയുടെ കൂട്ടത്തിൽ തന്നെ എക്സ്ട്രാ ഞാൻ പിന്നെ 2-3 പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ദിവസമൊക്കെ ഞാൻ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഞാൻ ചില ദിവസം ഉറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ലൈക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവർക്ക് ഞാൻ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കും. പക്ഷേ ചിലരെന്ന് പറഞ്ഞാൽ ഫിസിക്കലി എനിക്ക് ചെയ്ത് ഇപ്പം സമയം ഉണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ പോയി സംസാരിക്കേണ്ട കേസ്, ഇപ്പോൾ എനിക്കറിയാം ഞാൻ ഇന്ന ഒരു വിഷയം വരുമ്പോൾ ഞാൻ ഡയറക്റ്റ്ലി പോയി സംസാരിക്കേണ്ട കേസാണെങ്കിൽ അതും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റിൽ പോയി എന്തെങ്കിലും ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ ചില ഇതെന്ന് പറഞ്ഞാൽ ചിലർ ഒട്ടും ഒന്നും ചെയ്യാതെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ബ്രോ അപ്പാർട്ട്മെൻറ്റ് റെഡിയാക്കി തരാമോ, അല്ലെങ്കിൽ അക്കോമഡേഷൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാമോ, കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം വേറെ ഒന്നും വിചാരിക്കരുത്, നമുക്ക് അതിനുള്ള ടൈമില്ല, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് വേണമെങ്കിലും, അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫിസിക്കലി പോകേണ്ട ഒരു കാര്യമാണെങ്കിൽ ഞാൻ അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഫിസിക്കലി ഞാൻ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങളെ കൊണ്ട് അത് പറ്റത്തില്ല, പക്ഷേ ഇവിടെ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഉറപ്പായിട്ട് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ HFABയുടെ അപ്പാർട്ട്മെൻറ്റ് ഇവിടെ വേറെ ഏതോ സ്റ്റുഡൻസിനൊക്കെ അവർ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും നാട്ടിലുള്ളവർക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ 3 ഫാമിലിക്കും ഇന്നത്തെ അപ്പാർട്ട്മെൻ്റ് ആയി. അപ്പം ആ ഒരു ഹാപ്പി ന്യൂസും എനിക്ക് പറയാനുണ്ടായിരുന്നു. പ്ലസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കുറച്ചൊക്കെ ലൈക്ക് ഇവിടെ ഒരു എക്സാമിനേഷൻ നടത്തുക, ലൈക്ക് ഒരു റിസർച്ച് നടത്തുക ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ച്. ഞാൻ പറഞ്ഞില്ല, ആ കുറേ സൈറ്റ് ഞാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഒരു നല്ല ഓപ്ഷനാണ്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് ഹൗസസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ് ഫോർ റെൻ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യാം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ. എന്നിട്ട് ഓൺ ദ ടോപ്പ് നിങ്ങൾ ഫിൽട്ടർ ചെയ്യുമ്പം ലൊക്കേഷൻ ഹാംസ്റ്റർ ഇടുക. ഹാംസ്റ്റർ ഇടുമ്പോഴത്തേന് ഇവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഇത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ റെഗുലറായിട്ടുള്ള ജോബും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു 3-4 മണിക്കൂറൊക്കെയാണ് ഹെൽപ്പ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ HFAB അല്ലാതെ തന്നെ എൻ്റെ അറിവിലൊരു കോൺടാക്ട്സിൽ ഒരു 4-5 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ആദ്യം വിളിച്ചവർക്ക് ഞാൻ കോൺടാക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പം ഇപ്പോൾ ടോട്ടലി ഒരു 10 പേരോളം അപ്പാർട്ട്മെൻ്റ് ആയി. ഇപ്പോൾ HFABയുടെ ആണെങ്കിലും ഞാൻ എൻ്റെ പുറകിൽ കുറേ ഒരു ദിവസം ഞാൻ മെനക്കെട്ട് അതിൻ്റെ പുറകെ ഓടി. പക്ഷേ അതെന്താണ് ഓടിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർക്കിവിടെ വന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ലോട്ട് കിട്ടുവാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ അതിൻ്റെ കാര്യങ്ങളും ടിപ്സും അത് എങ്ങനെ എടുക്കാമെന്നുള്ള സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഷോർട്ട് കട്ട് സീക്രട്ട് ഉണ്ട് അതിന്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ
വീഡിയോസിൽ ഇപ്പം ഞാൻ അതിൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം ലൈക്ക് ഇപ്പം വ്യൂസ് ഉണ്ട്, എന്നാലും ഒരു 75% നോൺ സബ്സ്ക്രൈബേഴ്സാണ് കാണുന്നത്. അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ റെഗുലറായിട്ട് ഇടാൻ വെച്ചിരുന്ന വീഡിയോ ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഈ അപ്ഡേറ്റ് ഇടുന്നത്. അപ്പം റെഗുലറായിട്ട് വരാനുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചേക്കാണ്, അത് ഉടനെ വരുന്നതാണ്. ഓക്കെ, ബൈ.